വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതിക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ സർക്കാർ. നിയമഭേദഗതിയും ചട്ടഭേദഗതിയും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കും. ചട്ടം 118 പ്രകാരം മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിക്കുന്നത്. ആർ ശ്രീജിത്തുണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്തുനിന്ന്. ശ്രീജിത്ത്, ഈ ഭേദഗതി പിൻവലിക്കണമെന്ന ഉള്ള ആവശ്യം അത് പലയിടത്തുനിന്നും ഉയരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം? വിവരങ്ങൾ. അമൃത, കേരളത്തിലും രാജ്യത്താകമാനവും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും മറ്റും ഇടയാക്കിയ ഒരു നിയമനിർമ്മാണമാണ് വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി എന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിയമസഭയിൽ നാളെ ചട്ടം 118 പ്രകാരം ഗവൺമെന്റ് പ്രമേയം കൊണ്ടുവരുന്നത്. ഈ പ്രമേയത്തിലൂടെ സർക്കാർ ആവശ്യപ്പെടുന്നത് ഈ നിയമ ഭേദഗതിയും ചട്ടഭേദഗതിയും അടിയന്തരമായി പിൻവലിക്കണം എന്ന ആവശ്യമാണ്. ഇത് കേന്ദ്ര സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിക്കുന്ന പ്രമേയമാണ് നാളെ സഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കുന്നത്. FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കുമൊക്കെയുള്ള ധാരാളം ആശങ്കകളുണ്ട്. ഈ ആശങ്കകൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രമേയമായിരിക്കും നാളെ മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിക്കുക. പ്രത്യേകിച്ചും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആശങ്കകൾ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രകടമാക്കുന്ന പരാമർശങ്ങൾ സർക്കാരിന്റെ പ്രമേയത്തിലുണ്ടാകും. ഈ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പ്രസ്താവനയും നാളെ നിയമസഭയിൽ ഉണ്ടാകും. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ആയിരിക്കും ഈ പ്രതിസന്ധിയെപ്പറ്റി പ്രത്യേക പ്രസ്താവന നടത്തുക. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.